ഹലോ, വെൽക്കം ബാക്ക് ടു ഹോം ഗ്രോൺ റെസിപ്പീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെല്ലാവരും കാണാൻ പോകുന്നത് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കപ്സ റെസിപ്പിയാണ്. അപ്പോൾ ഇത് കുക്കിങ്ങൊക്കെ നല്ലവണ്ണം അറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചിക്കനിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പക്ഷേ മീറ്റിലായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇതിനായി നമ്മൾ ആദ്യം തന്നെ കുക്കറിൽ നമ്മൾ ബീഫിനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബീഫിനെ വേവിക്കാനായി ആദ്യം 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. കുക്കർ നന്നായി ഹീറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ചൂടായ എണ്ണയിലേക്ക് ഈ ഒരു പേസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫുഡിന് പ്രത്യേകതരം ഫ്ലേവർ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് സവാള 4 സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്യാം. ഇതിനെ കുറേ നേരം ഒന്ന് ഫ്രൈ ചെയ്യാണ്ട് നമ്മൾ കുറച്ച് നേരം ഇതിനൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അപ്പോൾ സവാള വഴറ്റുമ്പോൾ തന്നെ ഉപ്പും ചേർത്താൽ ഇത് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടും. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 2 ചെറുതായി അരിഞ്ഞ തക്കാളി ആഡ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഈ മസാലയൊക്കെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. മസാല നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ബീഫ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഏകദേശം 1 kg ബീഫ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് കംപ്ലീറ്റായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ വെള്ളം ആഡ് ചെയ്യുന്നത് നമ്മൾ ആ മീറ്റൊക്കെ കവർ ചെയ്യുന്നത് വരെയുള്ള വെള്ളം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ബീഫ് ഒന്ന് ബോയിൽ ചെയ്യാനായി വെക്കാം. അപ്പോൾ ഇറച്ചി വേവുന്നത് ഓരോ കുക്കറിനെ അനുസരിച്ചായിരിക്കും. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിൽ നിന്ന് ബീഫും പിന്നെ ബീഫ് സ്റ്റോക്കും വേറെ വേറായി മാറ്റി വെക്കാം. അതുകൊണ്ട് നമ്മൾക്ക് ഈ ബീഫ് ബോയിൽ ചെയ്ത വെള്ളത്തിൽ തന്നെ നമ്മൾക്ക് അരിയും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 kg ടൈഗർ അരിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇതിനൊന്ന് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ അടുപ്പൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം ഒരു ചട്ടി വെക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ബീഫ് വേവിച്ച വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് മെഷർ ചെയ്ത് വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ 1.5 പാട്ട അരിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഞാനിവിടെ 3 പാട്ട വെള്ളം ഒഴിക്കണം.
എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യാം. ഞാനിവിടെ 2 ജാതിക്ക, 3 ഇലച്ചി, 1 സ്റ്റാർ അനീസും 3 ഗ്രാമ്പു പിന്നെ കുറച്ച് സിനാമൺ സ്റ്റിക്സാണ് ആഡ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അരി ആഡ് ചെയ്യാം. അരി ആഡ് ചെയ്ത ശേഷം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ച ആ ബീഫും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓൾറെഡി നമ്മൾ ബീഫിൽ ഉപ്പുണ്ട കൊണ്ട് നമ്മൾ അത്ര ഉപ്പിടേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് നമ്മൾ ഇതിനൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്യാം അരി വെന്തിനൊന്ന്. അപ്പോൾ ഇതിൽ നല്ലപോലെ വെള്ളം കാണുന്നുണ്ട്. അപ്പോൾ അരി കംപ്ലീറ്റ് ആയിട്ട് വെന്തിട്ടില്ല. അപ്പോൾ ഈ അരി വേവുമ്പോൾ നമ്മൾ വെള്ളവും നന്നായി വറ്റിയിരിക്കും. ഇപ്പോൾ നമ്മുടെ അരി ഏകദേശം വെന്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാം. അപ്പോൾ കംപ്ലീറ്റായി ഒന്ന് വെന്ത് കിട്ടാൻ നമ്മൾ ഇതിലേക്കൊന്ന് ദമ്മിടാം. അപ്പോൾ ഇതിനൊന്ന് മൂടിയതിന് ശേഷം നമ്മൾ വാഴയില വെച്ച് ചാർക്കോളൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 മിനിറ്റ് ദമ്മിട്ടാൽ മതി. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് നാരങ്ങ വെള്ളവും 3 ടേബിൾ സ്പൂൺ നെയ്യും ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഒന്ന് കുറച്ച് നേരം കവർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കബ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഇതിൻ്റെ വെള്ളം വറ്റിയിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടുപ്പിൽ വെച്ചത് കൊണ്ട് ഇതിന് പ്രത്യേക തരം രുചിയും ഉണ്ടാവും. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കബ്സ ഒന്ന് സെർവ് ചെയ്യാം. ഈ ഒരു കബ്സ റെസിപ്പി വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുവാണെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുവാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെയായി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. താങ്ക് യു.